അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷവും നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വളരെ പവിത്രമായ ധന്യമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന ലഭിക്കുന്ന ഒരു സദസ്സ് എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ആ ഒരു നിയ്യത്തോടുകൂടി ഒരല്പസമയം ഇരിക്കണം എന്നുള്ളതാണ് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. മനുഷ്യന്മാർ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ, പോരായ്മകൾ സംഭവിച്ചു വരാറുണ്ട്. ആ തിന്മകൾ തിരിച്ചറിഞ്ഞ് ആ തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയം കഴുകി റബ്ബിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, കുല്ലു ബനി ആദം ഖത്താ, ആദമിൻ്റെ മക്കളെല്ലാം തെറ്റുകൾ ചെയ്യും. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, എന്നാൽ ഈ തെറ്റുകൾ സംഭവിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാരായിരിക്കുന്ന ആളുകൾ ആ തെറ്റുകൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, ഈ സംസാരിക്കുന്ന ഞാനും ഈ സംസാരം ശ്രവിക്കുന്ന നമ്മളുമൊക്കെ തന്നെ നമ്മുടെ വികാരത്തിനും വിചാരത്തിനുമൊക്കെ അടിമപ്പെട്ട് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. പ്രത്യേകിച്ച് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമളാനിലാണ്. ഒരവസരം പോലും പാഴാക്കാതെ ഏതെല്ലാം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഒത്തുവരുന്നോ ആ അവസരങ്ങളെ മുഴുവനും ഉപയോഗപ്പെടുത്തി നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാൻ നാം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. നിങ്ങൾ അവൻ്റെ പാപമോചനത്തിലേക്ക് കുറച്ച് വേഗത്തിൽ പോകണമെന്നാണ്. ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, ആ പദത്തിൽ തന്നെ ഒരു വേഗത കാണിക്കുന്നുണ്ട്. ഒരബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അബദ്ധം അള്ളാഹുവിനോട് ഏറ്റുപറയാൻ പിന്നെ കാലതാമസം ഉണ്ടാവാൻ പാടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു അബദ്ധം പറ്റി. ആ അബദ്ധത്തിൽ നിന്ന് അദ്ദേഹം സട്ടാവിനോട് ഏറ്റുപറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. അതിന് വലിയ കാലതാമസമൊന്നും ഉണ്ടായിരുന്നില്ല. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും, റബ്ബന ളലംന അൻഫുസന ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളോട് തന്നെ ഒരു അബദ്ധം ചെയ്തു പോയി. നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതാണ് വിനയം. നമ്മളും അങ്ങനെ ആവണം. കണ്ണുകൊണ്ട്, കൈകൊണ്ട്, ഹൃദയം കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. അത് ഏറ്റുപറയാൻ വൈകാതെ കരഞ്ഞ കണ്ണോടുകൂടി സട്ടാവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ മറന്നു പോവരുത്, കാലതാമസം വരരുത് എന്നുള്ളതാണ് ഈ സംസാരത്തിൻ്റെ ആമുഖമായിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വിശ്വാസി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാകുന്ന, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, വിശ്വാസി അവന്റെ പാപത്തെ കാണുക കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, ഒരു മലക്ക് ചുവട്ടിൽ വീഴാനായിരിക്കുന്ന ഒരു മലക്ക് ചുവട്ടിൽ ഇരിക്കുന്നവനെ പോലെയാണ് വിശ്വാസി അവന്റെ തെറ്റിനെ കാണുക. ഈ പദത്തിൽ ഒരുപാട് ആശയമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മല
ഇപ്പോൾ ഇടിഞ്ഞ് എൻ്റെ മേല് വീഴുമോ എന്ന ഭയത്തിലിരിക്കുന്ന രൂപത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റ് കുറച്ച് വലുതായി പോയല്ലോ, അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്തതാണല്ലോ എന്നാലോചിച്ച് ഒരല്പം വെപ്രാളത്തോടു കൂടിയിട്ടാണ് വിശ്വാസി ഇരിക്കുകയെന്ന്. എന്നാൽ ഒരു നിഷേധിയായിരിക്കുന്ന അല്ല ഒരു കുറ്റവാളിയായിരിക്കുന്ന ഒരാൾ കദുബാബിന്ന ഒരു മൂക്കത്ത് വന്ന് ഇരിക്കുന്ന ഒരു ഈച്ചയെ തട്ടുന്ന ലാഘവത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ തട്ടിയാൽ ഓടിപ്പോകും, ആ ഈച്ച ഓടിപ്പോകും. വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ഫാജിറായിരിക്കുന്ന ഒരാൾ തിന്മയെ കാണുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് ആ മലക്ക് താഴെ ഇരിക്കുന്ന, ഇപ്പോൾ ഇടിഞ്ഞു വീഴുമല്ലോ എന്ന് കരുതിയിരിക്കുന്ന ആ മലക്ക് താഴെ ഇരിക്കുന്ന മനുഷ്യനെ പോലെ ജീവിതത്തിൽ ചെയ്ത തെറ്റിനെ നമുക്ക് കാണാൻ കഴിയണം. റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടവനാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ശ്വാസം നിലച്ച് ഖബറിലേക്ക് പോകേണ്ടവനാണ് ഞാൻ എന്ന ബോധ്യത്തോടുകൂടി ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഗൗരവത്തിൽ തന്നെ നമുക്കതിനെ കാണാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന 100 തവണ പശ്ചാത്തപിക്കാറുണ്ട് എന്ന് ഹദീസിൽ വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന തൗബ ചെയ്യാറുണ്ട്, 100 തവണ തൗബ ചെയ്യാറുണ്ട്. അതെന്തായിരിക്കും? അത് ഒന്നുമില്ല, പാപം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പൊ ആ ഒരു ഗൗരവത്തിൽ തന്നെ നമുക്ക് കാണാനും നിഷ്കപടമായ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് സമർപ്പിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള എല്ലാവിധ സംരക്ഷണവും നമുക്ക് വന്നു ചേരും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്, അത് നമ്മൾ അടിയന്തര ഗൗരവമായി നമ്മൾ കാണണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഭൂമിയിൽ നമുക്ക് സട്ടാവിൻ്റെ ശിക്ഷയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അമാനാനീന, 2 പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സംരക്ഷണം നിർബന്ധമാണ്. ഇവിടുത്തെ ഭരണകൂടം എന്ത് സംരക്ഷണം ഏർപ്പെടുത്തിയാലും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത്രമാത്രം ഭീകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളും ഞാനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ 2 പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തെ പറ്റിയാണ്. വുജൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടായിരുന്നതാണ്. എന്നിട്ട് സൂറത്തു അൻഫാലിലെ 33-ാമത്തെ ആയത്തിന്റെ ഒരു കഷ്ണം അദ്ദേഹം ഉദ്ധരിച്ചു. വമാ കാനല്ലാഹു യുഅദ്ദിബുഹും അൻത ഫീഹിം. മുഹമ്മദ് നബിയെ താങ്കൾ ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷനാണ്. രണ്ടാമത്തെ ഒരു പ്രൊട്ടക്ഷനെ പറ്റി പറഞ്ഞു. ആ പ്രൊട്ടക്ഷൻ എന്താ? വമാ കാനല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം പതിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും നാം ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ സട്ടാവായ നാഥൻ എനിക്ക് പ്രൊട്ടക്ഷൻ തരിക. എൻ്റെ യാത്രയിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു പ്രത്യേകമായ ഒരു സംരക്ഷണം എനിക്ക് നൽകുന്നു. എപ്പോൾ? ഞാൻ എൻ്റെ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്ത തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളുടെ സുജൂദിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വികാരത്തിനും എൻ്റെ വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ പൊറുത്തു തരണമേ എന്ന് നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങളുടെയൊക്കെ സുജൂദിൽ ഒരല്പ സമയം എടുത്തുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അള്ളാഹു നമുക്ക് പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ നൽകുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാക്കിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഇതിന് സമാനമായ ഒരു പദം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബാക്കി ഇവിടെ വെച്ചേച്ച് പോയത് ഇസ്തിഗ്ഫാറാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിത് യാത്ര പോയി, ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് പാപമോചനം എന്ന് പറഞ്ഞിരിക്കുന്ന ആയുധമാണ്. ആ പാപമോചനം എന്ന് പറഞ്ഞിരിക്കുന്ന ആയുധത്തെ നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ഒരു ഉത്ബുദ്ധ സദസ്സ് എന്നുള്ള അർത്ഥത്തിൽ പരത്തി പറയേണ്ട ആവശ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് വേഗത കാണിക്കാൻ നമ്മൾ ശ്രമിക്കുക, എങ്കിൽ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മളെ സഹായിക്കും എന്നുകൂടി മനസ്സിലാക്കി വെക്കുക.
ആ സന്ദർഭത്തിൽ ഒരു വികാരം കൂടി നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ ഇവിടെ ഉണ്ട്. ലൈസ ഷൈഉൻ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ. ഏതാ 2 തുള്ളി? ഖത്രത്തു ദുമൂഇൻ മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിച്ചു, ഒരു തുള്ളി കണ്ണുനീർ വന്നു. ഖബറിനെ പറ്റി ആലോചിച്ചു, ഒരു തുള്ളി കണ്ണുനീർ വന്നു. ഞാൻ ഈ ദുനിയാവിൽ ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം റബ്ബിന്റെ മുമ്പിലേക്ക് യാത്ര പോകേണ്ടവനാണല്ലോ എന്നാലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണിൽ നിന്ന് വന്നാൽ ആ തുള്ളി കണ്ണുനീരിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു തുള്ളി വേറെ ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തെ തുള്ളി എന്റെ വിഷയവുമായി ബന്ധമില്ലെങ്കിലും സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഓടി നടക്കുകയാണ്. ഈ ഒരു ക്യാമ്പ്, ഈ ഒരു പഠന സംഗമം, ഈ ഒരു തസ്കിയത്ത് സംഗമം നടത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിന്റെ പിന്നിൽ നമ്മൾ കാണാതെ നമുക്ക് വേണ്ടി നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിൽ ഒരുപാട് കുട്ടികൾ അധ്വാനിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി കുറെ ചെറുപ്പക്കാർ കുറെ ദിവസങ്ങളായിട്ട് ഓടി നടക്കുകയായിരുന്നു. അവരുടെ ഈ ഓട്ടത്തിന്റെ ഇടക്ക് കാലൊന്നു കുത്തി ഒരു തുള്ളി രക്തം കാലിൽ നിന്ന് ഉറ്റി വീണാൽ ആ തുള്ളി രക്തം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ്. എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന തുള്ളി എന്ന് പറഞ്ഞാൽ നിഷ്കപടമായ മനസ്സോടുകൂടി അള്ളാഹുവിങ്കിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്നെങ്ങാനും വന്നാൽ അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു തുള്ളി വേറെ ഇല്ല നാം. അതുകൊണ്ടായിരിക്കാം സ്വഹാബിമാരൊക്കെ ചില സന്ദർഭങ്ങളിൽ മാറിയിരുന്നു അള്ളാഹുവിനോട് സംസാരിക്കാറുണ്ടായിരുന്ന. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബറിന്റെ അടുത്ത് കരയുന്ന സന്ദർഭത്തിൽ അനുചരന്മാർ ചോദിച്ചത്രേ, എന്തേ ഇങ്ങനെ കരയുന്നത്? അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ആലോചിച്ച് കരയുകയാണ്. ഏതാണ് ഹദീസ് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മൻസിലുൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീട്, ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഖബർ. ഫഇൻ നജാ, അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസർ, അതിനുശേഷം വരുന്നതൊക്കെ വളരെ എളുപ്പമായിരിക്കും. എനിക്ക് ഈ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മം ചെയ്തവരാ അവര്, ഒരുപാട് പുണ്യകർമ്മം ചെയ്തവര്. പക്ഷെ ആ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് പോലും നാളെ ഖബറിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, എന്റെ മരണം എങ്ങനെയായിരിക്കും, എന്റെ മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് അവരുടെ കണ്ണിൽ നിന്ന് ഉറ്റി വീണ കണ്ണുനീർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങളും ഞാനൊക്കെ ഒരുപാട് കരയാറുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഞാനും നിങ്ങളൊക്കെ കരയാറുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ശാരീരികമായ അവശത വരുമ്പോൾ നിങ്ങളും ഞാനൊക്കെ കരയാറുണ്ട്. ആ കരച്ചിൽ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഖബറിലാക്കിയിട്ട് കുടുംബക്കാർ തിരിച്ചു പോരുമല്ലോ, എല്ലാവരും തിരിച്ചു പോരും. അവിടെ ബാക്കിയാകുന്ന ഒരേ ഒരു സാധനം, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ സൽക്കർമ്മം മാത്ര. ആ സൽക്കർമ്മം എനിക്ക് അവിടെ ഉണ്ടാകുമോ? അവിടെ മാലാഖമാരുടെ ചോദ്യത്തിനും എനിക്ക് മറുപടി പറയാൻ കഴിയുമോ? എന്റെ കയ്യിൽ വലത് കയ്യിലാണോ ഗ്രന്ഥം നൽകുക, അതല്ല ഇടത് കയ്യിലാണോ ഗ്രന്ഥം നൽകുക? ആലോചിച്ചിട്ട് ഒരു തുള്ളി കണ്ണുനീർ വന്നാൽ ആ കണ്ണുനീരിനേക്കാൾ വലിയ, ആ തുള്ളിയേക്കാൾ വലിയ ഒരു തുള്ളി ലോകത്തില്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്നുകൂടി മനോഹരമായി പ്രവാചകൻ പറഞ്ഞു, ലാ യലിജുന്നാർ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദൽ ലബൻ ഫിൽ അർഇ. അങ്ങനെ ആരെങ്കിലും ആലോചിച്ച്, മരണത്തെപ്പറ്റി ആലോചിച്ച്, പാപത്തെപ്പറ്റി ആലോചിച്ച്, ഖബറിനെ പറ്റി ആലോചിച്ച്, ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്ത തെറ്റിനെ പറ്റി ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് വന്നാൽ കറന്നെടുത്തിരിക്കുന്ന പാല്, പാത്രത്തിലുള്ള പാല് അകിടിലേക്ക് തിരിച്ചു പോവൽ എത്രമാത്രം അസംഭവ്യമാണോ അത്രമാത്രം അസംഭവ്യമാണ് അയാൾ നരകത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഞാനിങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, നോട്ടുണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വന്നുകൊള്ളണമെന്നില്ല. മരണത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവനെ അത് വരുള്ളൂ, പരലോകത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവനെ അത് വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സ് അതിനെപ്പോഴും ഒരു പാകപ്പെടണേ നാഥാ, തിന്മകളിൽ നിന്ന് പരമാവധി അകന്നു നിന്ന് നന്മയിലേക്ക് ഓടിയെടുക്കുന്ന ആളാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും
ഇടയ്ക്കൊക്കെ ഖബറിനെ പറ്റിയും മരണാനന്തര ജീവിതത്തെപ്പറ്റിയും പരലോകത്തെ പറ്റിയൊക്കെ ഒരു ഓർമ്മയുണ്ടാകണം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ് നമ്മൾ സൂചിപ്പിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ഒരു ഹദീസ് വായിക്കുമ്പം അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം. അദ്ദേഹം എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. അവസാന സന്ദർഭത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയ ആളുകളോട് അദ്ദേഹം പറഞ്ഞത്, തൂല സഫരി വഖില്ലത്തു സാദി, എനിക്കൊരു വേദന എന്താന്ന് ചോദിച്ചാൽ ഒരുപാട് യാത്ര പോവാനുണ്ട്. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക്, വിചാരണ സന്ദർഭത്തിലേക്ക്, ആ ഘട്ടത്തിലൊക്കെ ഒരുപാട് യാത്ര പോവാനുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പാഥേയം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ, യാത്രാഭക്ഷണം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പം വ്യക്തിപരമായിട്ട് പല സന്ദർഭത്തിലും വേദന തോന്നാറുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സംഘടനാ പ്രവർത്തനത്തിലാണ്, ദീനീ പ്രവർത്തനത്തിലാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു വല്ലാത്ത വേദന. ഇത് സ്വീകരിക്കുമോ, ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാകുമോ, റബ്ബിന്റെ മുമ്പ് പോകുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ പല സന്ദർഭങ്ങളിലും ആലോചിച്ച് പോവാറുണ്ട്. ചില ആളുകളൊക്കെ മരണം കാണുമ്പോൾ, ചില ആളുകളൊക്കെ ജീവിത രീതി കാണുമ്പോൾ ഒക്കെ സന്തോഷവും തോന്നാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മുന്നൊരുക്കം അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഗൗരവമായിക്കൊണ്ട് ഈ ഒരു വിഷയം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റബ്ബിങ്കിലേക്ക് അടുക്കാൻ, അവനിലേക്ക് കൂടുതൽ അടുത്ത് പോവാൻ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ചില പ്രാർത്ഥനകളൊക്കെ സെലക്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ അവസരം കണ്ടെത്തേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, നമസ്കാരത്തിൽ സുജൂദിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഔഫിർലി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു അല്ലാഹുമ്മ ഔഫിർലി എന്ന് പറഞ്ഞ പാപമോചനത്തിന്റെ ഒരു പ്രാർത്ഥന അവിടെയുണ്ട്. പാപമോചനത്തിന്റെ ഒരു പ്രാർത്ഥന അവിടെയുണ്ട്. പക്ഷെ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദിൽ തന്നെ ഒരു പ്രാർത്ഥന കൂടി നടത്തും. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. പടച്ചോനെ, ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, ഞാൻ ആദ്യം ചെയ്ത പാപം, ഞാൻ അവസാനം ചെയ്ത പാപം, ഞാൻ രഹസ്യമായി ചെയ്ത പാപം, ഞാൻ പരസ്യമായി ചെയ്ത പാപം, എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ എന്ന് സുജൂദിൽ കടന്നുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ ആലോചിച്ച് നോക്കി, സുജൂദിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു കാരണമുണ്ട്. എനിക്ക് നിങ്ങളോട് വസിയ്യത്ത് എന്നുള്ള അർത്ഥത്തിൽ, ഒരു ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ പറയാനുള്ളത്, ഈ സുജൂദിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരടിമ അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത സമയം സുജൂദാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅക്സിറു ഫീഹി അദ്ദുആ, ആ സുജൂദിൽ നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കണം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഔഫിർലി എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ചെറിയ പ്രാർത്ഥന സെലക്ട് ചെയ്ത് പഠിക്കുക. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ആ പ്രാർത്ഥന കാണാൻ കഴിയും. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, അല്ലാഹുവേ എൻ്റെ പാപം നീ പുറത്തു തരണമേ. വവസ്അലി ഫീ ദാരി, എൻ്റെ വീട്ടിൽ നീ എല്ലാ അർത്ഥത്തിലുമുള്ള വിശാലത നൽകണമേ. അതേപോലെ തന്നെ വബാരിക് ലീ ഫീ റിസ്കി, അല്ലാഹുവേ എൻ്റെ ഉപജീവനത്തിൽ, എൻ്റെ ഭക്ഷണത്തിൽ, എൻ്റെ ക്രയവിക്രയത്തിൽ എനിക്ക് പ്രത്യേകമായ ബർക്കത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ ഈ ക്ലാസ്സിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് അഖിലൻ റമദാൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അവിടെ എല്ലാം തന്നെ പോയി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെയും നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ഒരു പരിധിവരെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ദിനം പ്രതി ഓരോ ദിവസവും ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ചെറിയ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥന പ്രത്യേകിച്ച് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ മുമ്പിൽ ആ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ സമയമല്ലേ, ആ സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ്. ആ ഒരു 5 മിനിറ്റ് നേരം ഒരു മുമ്പ് ആ ഒരു നോമ്പുതുറ വിഭവത്തിൻ്റെ മുമ്പ് പോയി ഇരുന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞു പറയാം. അതിൽ പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളെപ്പറ്റി തന്നെയാണ്. കാരണം ഈ ദുനിയാവുന്ന് യാത്ര പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല. ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റബ്ബിനോട് പറയുക, പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ഞാൻ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ പുറത്തു തരണമേ എന്ന് നിഷ്കപട മനസ്സോട് റബ്ബിനോട് പറഞ്ഞാൽ 0 ആയിട്ട് അള്ളാഹ് ഒരിക്കലും തന്നെ നമ്മളെ തിരിച്ചയക്കില്ല എന്നാണ് നബി പറഞ്ഞത്. നിങ്ങളൊരു കാര്യം റബ്ബിനോട് ചോദിച്ചിട്ട് 0 ഒരു സിഫറായിട്ട് അള്ളാഹ് അത് മടക്കൂല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ
നമ്മൾ സമയം കണ്ടെത്തണം, സുജൂദുകൾ നമ്മൾ കണ്ടെത്തണം, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ സെലക്ട് ചെയ്ത് കാണാതെ പഠിച്ച് സുജൂദിൽ നിഷ്കപടമായ മനസ്സോട് പ്രാർത്ഥിക്കാം. അവസാനത്തെ 10 നമ്മൾ കടന്നു വരുമ്പം രാത്രി ദീർഘനേരം നിസ്കരിക്കുന്ന ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ട്. ഒരു പക്ഷേ ഇമാം ദീർഘനേരം സുജൂദിൽ കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആയുധമൊന്നും ഉണ്ടാവില്ല പറയാൻ. പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ സമയം മതി. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പ്രാർത്ഥനല്ലേ, ആ പ്രാർത്ഥന പഠിക്കാൻ 2 മിനിറ്റും വേണ്ട. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി വവസ്അലി ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്കി എന്ന പ്രവാചകന്റെ ആ പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു, അത്തരം പ്രാർത്ഥനകൾ സെലക്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന് ഒരു വസിയ്യത്ത് എന്നുള്ള അർത്ഥത്തിലും തുടർന്നു വരുന്ന ദിനരാത്രങ്ങളിൽ സുബൈക്ക് ശേഷമോ രാത്രി വൈകിയോ ഒരു പ്രാർത്ഥന പഠിച്ച് കിടക്കാൻ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാവണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ചേർത്തുകൊണ്ട് എൻ്റെ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ മാതാക്കളുണ്ട്, നമ്മുടെ പിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്കിനി ഒരു ഇസ്തിഗ്ഫാറിനുള്ള അവസരമല്ല. ഞാൻ എൻ്റെ മക്കളോട്, എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തിയേ മതിയാവുള്ളൂ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു പദവി കിട്ടുകയാണ്. വല്ലാത്ത ഒരു പദവി എനിക്ക് കിട്ടുമ്പോൾ ഞാൻ റബ്ബിനോട് ചോദിക്കുകയാണത്രേ, എങ്ങനെയാണ് എനിക്ക് ഈ പദവി കിട്ടിയത്? എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചത് നിമിത്തമാണെങ്കിൽ ഇത്ര വലിയൊരു പദവി എനിക്ക് കിട്ടൂലല്ല റബ്ബേ എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ പരലോകത്ത് വെച്ചുള്ള ഒരു മറുപടി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മറുപടി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നുകൂടി ഉയർന്നു ചിന്തിക്കണം. അള്ളാഹിൻ്റെ മറുപടി നിന്റെ മക്കൾ നീ മരണപ്പെട്ടു പോയതിനു ശേഷം അവരുടെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എൻ്റെ ബാപ്പാന്റെ ഇമ്മാന്റെ ഖബർ വിശാലമാക്കണമേ എന്നായിരുന്നു. എൻ്റെ ഈ സംസാരം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ള ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയിരിക്കുന്ന ഉപ്പമാരും ഉമ്മമാരുമാണ് നമ്മളെങ്കിൽ, നമ്മുടെ ബാപ്പമാരും ഉമ്മമാരുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. ഇന്ന് എനിക്ക് എൻ്റെ ഉപ്പയില്ല, എൻ്റെ ഉമ്മയില്ല, അവർക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം എൻ്റെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയാ. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലുതൊന്നും കൊടുക്കാനില്ല. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 എണ്ണം വിടട്ടേച്ച് പോയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്ന്, നിങ്ങളുടെ ദാനധർമ്മം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ISMന്റെ ചെറുപ്പക്കാർ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ ദാനധർമ്മം. മറ്റൊന്ന്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് നൽകിയ വിജ്ഞാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് വലതുൻ സ്വാലിഹും യദ്ഉലഹു, ആ ബാപ്പാക്കും ഉമ്മാക്കും ഒരു നല്ല വാഹനം കിട്ടണമേ, ആ ബാപ്പാക്കും ഉമ്മാക്കും ഏറ്റവും നല്ല ഒരു ഭവനം കിട്ടണമേ എന്ന് മരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടതില്ല. മറിച്ചോ അവർക്ക് നല്ല നല്ല അനുഭവം ഉണ്ടാവാൻ, ഖബറിൽ നല്ല അനുഭവം ഉണ്ടാവാൻ, മരണാനന്തര ജീവിതത്തിൽ ശാശ്വതമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ നിഷ്കളങ്കമായി ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാത്ത രൂപത്തിൽ ഇവർക്ക് പദവികൾ കിട്ടുകയാണ്. എവിടുന്ന്? പരലോകത്ത് പദവി. എന്നിട്ട് ബാപ്പയുമ്മയും ചോദിക്കുകയാണത്രേ, എനിക്ക് എങ്ങനെ പദവി കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബാപ്പാനോട്, എൻ്റെ ഉമ്മാനോട് പറയാ, നിന്റെ മകൻ നീ അറബി കോളേജിൽ പറഞ്ഞയച്ച് അഫ്ളലുൽ ഉലമ പാസ്സായ നിന്റെ മകൻ അവൻ നിനക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സമ്മാനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ബാപ്പാക്കുമ്മ കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനമായിട്ടത് മാറി. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ വിഷയം പറയുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാൻ നമ്മൾ തയ്യാറാവുക. ഓരോ സന്ദർഭത്തിലും, ഈ സന്ദർഭത്തിൽ ഞാൻ വിട പറഞ്ഞു പോയാലും ശരി, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട് എന്ന ബോധ്യത്തോടു കൂടി പോവുക. നമ്മുടെ മയ്യത്ത് പള്ളിയിൽ കിടത്തുമ്പോൾ പിന്നിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകൾ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതിലേക്ക് നമ്മൾ മാറ്റിപ്പിരിയുക. ചില മയ്യത്ത് നമസ്കാരത്തിനൊക്കെ പോകുമ്പോൾ ഒരു അനൗൺസ്മെന്റും കേൾക്കാത്തത് കണ്ടപ്പോൾ സംഘാടകരോട് ചോദിച്ചു, എന്താ ഒന്നും പറയാതെ കൈകെട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ സംഘാടകരായിരിക്കുന്ന, കുടുംബക്കാരായിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ധൈര്യപൂർവ്വമാണ് ഇവിടുന്ന് പിരിഞ്ഞു പോയത്, ഒരു വേജാറും ഇല്ലാണ്ട് അവിടുന്ന് പിരിഞ്ഞു പോയത്, അതുകൊണ്ടൊന്നും പറയണ്ട എന്ന് വസിയത്ത് നൽകിയിട്ടാണ് ഇവിടുന്ന് പിരിഞ്ഞു പോയത്. പ്രിയപ്പെട്ടവരെ,
അങ്ങനെ ഇവിടുന്ന് ദുനിയാവെന്ന് പോവാൻ പറ്റിയാൽ, പരമാവധി മനസ്സറിഞ്ഞ് പാപരഹിതനായിക്കൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം സൗഭാഗ്യമുള്ളതായി മാറി. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സർവശക്തനായ നാഥൻ ഏറ്റവും സുന്ദരമായ ഒരു ജീവിതവും ഏറ്റവും സുന്ദരമായ ഒരു മരണവും റാഹത്തായ ഒരു മരണവും ഏറ്റവും നല്ല ഒരു ഖബറിലെ ജീവിതവും ഏറ്റവും ശാശ്വതമായ സമാധാനം നൽകുന്ന ഒരു പരലോക ജീവിതവും നമുക്ക് നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ നിങ്ങളും ഞാനും ചെയ്തിരിക്കുന്ന മുഴുവൻ പുണ്യകർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും നാളെ റയ്യാൻ എന്ന് പറഞ്ഞ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും ദിവസങ്ങളിൽ ഒരു ടെൻഷൻ ഇല്ലാത്ത രൂപത്തിൽ ഇബാദത്ത് നിർവഹിക്കാൻ പറ്റി. ഞാനും ഒരു യാത്ര കഴിഞ്ഞാൽ വരുന്നത്, ഒരു സംസാരം കഴിഞ്ഞാൽ വരുന്നത്, ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ ഒരു നാട്ടിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എന്തോ ഒരു ക്ഷീണവും എന്തോ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവാറുണ്ട്. എപ്പോഴും വെള്ളമെടുത്ത് കുടിക്കുന്നു. ഇന്നിങ്ങോട്ട് വന്ന യാത്രയിൽ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകമായ ഒരു ബർക്കത്ത്. ഒരു സംസാരം കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു സംസാരം, ഇനി തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര. ഒന്നും ഒരു ടെൻഷൻ ഇല്ലാതെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് വേണ്ടി സദാസമയവും നമ്മൾ ചോദിക്കുക. ഇൻഷാ അള്ളാഹ് തുറന്നു വരുന്ന ദിനരാത്രങ്ങളിൽ നല്ല രൂപത്തിൽ ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും നൽകുകയും തുടർന്നുള്ള ദിനരാത്രങ്ങളിൽ പരമാവധി പുണ്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സംഘടനാ നേതാക്കന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു ധാർമ്മിക ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാധനാ കർമ്മങ്ങളിൽ ചിട്ടയുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഖബറിങ്കൽ വന്ന് സലാം പറയുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മളെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.